വിമൻസ് കോളേജിൽ പോയി ഞാൻ ഒന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്തടാ സാധാരണ നിനക്കൊരു കണ്ണുകടി. നീ നിറച്ച് കുറച്ച് കളവനാടാ. ഞാനേ യുവ രക്തമാ. എങ്ങാനൊരു തോക്കന്റെ ഒത്ത് കിട്ടിയോ. എന്തുവാടാ കാലത്തെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നേ? ഭയങ്കര പൊടി. എത്ര തുടച്ചിട്ടും പൊടി പോകുന്നില്ല. എടാ എന്റെ ഫോട്ടോയിൽ പൊടി പിടിക്കുമ്പോ അത് തുടച്ചു കളയാൻ നിന്നെപ്പോലെ ഒരുത്തിനെ ഇവിടെ ഇല്ലേ? അതാടാ ഈ ഫ്ലാഷിന്റെ ഐശ്വര്യം. ഇടാളിയാ ലാ കോളേജിന്റെ അന്തസ് കളയുന്ന പണിയൊന്നും കാണിച്ചേക്കരുതേ. ഈ കഞ്ചാവിന്റെ പോയാലും കൂടെ അകത്ത് ചെന്നാ നീ വെറും കാണ്ടാമൃത്തെ പോലെ ആയിപ്പോവും. വർഷത്തിൽ 1-2 ദിവസമേ നമുക്ക് ഈ വിമൻസ് കോളേജിനകത്ത് തരാൻ ലൈസൻസ് ഉള്ളൂ. അന്നൊക്കെ പോകുന്നത് വിളയായിരുന്നു. അല്ലയാ സമയം പോകുന്നു, താങ്കളും പോകുന്നു. അതിനു മുമ്പ് നമുക്ക് അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കണ്ട. ഒരു മൈൻഡില്ലല്ലോ കിടാങ്ങളെ. അയൽപക്കം ആയതുകൊണ്ടാ ലാ കോളേജിൽ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഒരു ചടങ്ങിനായി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാനെന്താടി നിന്റെ വേലക്കാരനോ എടാപാടാന്ന് വിളിക്കാൻ? ഞാൻ മാറാതെ വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നാലും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്താലും നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇത് പോലീസിൽ അറിയിച്ചേ പറ്റൂ. അക്രമത്തിനും ഇല്ലേ വരാതിര്? ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പരസ്യമായി ചുംബിക്കുക, ബലാത്കാരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ഇല്ലേ മാഡം ഒരു ഉത്തരവാദിത്തം? മാഡം പോലീസിനെ വിളിച്ചേ പറ്റൂ. ഹലോ, യെസ്. ഇത് വിമൻസ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ ആണ്. ഗുഡ് മോർണിംഗ് മാഡം. എന്ത് സത്യമാണേ പറയുന്നത്? ഞങ്ങൾ ഉടനെ എത്താം. പക്ഷെ ആള് മാറിപ്പോൻ പാടില്ലല്ലോ. ആളിനെ കുറിച്ച് എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? കുട്ടിയോട് മര്യാദ ഇല്ലാതെ പെരുമാറിയ ആള് എന്ത് വിഷമായിട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? അത് ഗേറ്റ് കടന്നു വരുമ്പോ നിങ്ങൾക്ക് കാണാം. അയാളുടെ വേഷം വെള്ള പാന്റും ചുവന്ന ഷർട്ടും.